നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPIയിലെ പന്ന്യൻ രവീന്ദ്രനും കോൺഗ്രസിലെ VS ശിവകുമാറും തമ്മിലാണ് അന്ന് അംഗം കുറിച്ചത്. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് കെ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്ന DICK ഉണ്ടാക്കിയ കാലമായിരുന്നു അത്. കെ കരുണാകരനും അനുയായികളും പന്ന്യൻ രവീന്ദ്രനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തെത്തിയപ്പോൾ ശിവകുമാറും കോൺഗ്രസ്സുകാരും വിയർത്തൊലിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പന്ന്യൻ രവീന്ദ്രൻ തലസ്ഥാനത്തെ മുൻ MP ആയിരുന്ന ശിവകുമാറിനെ വൻ ഭൂരിപക്ഷത്തിൽ മുട്ടുകുത്തിച്ചു. വിജയം ഉറപ്പായ പന്ന്യൻ രവീന്ദ്രൻ വോട്ടെണ്ണൽ അവസാനിക്കുന്നതിന് മുമ്പേ പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ നിന്നിറങ്ങി നേരെ പോയത് പേരൂർക്കട റോഡിലെ കൊട്ടാരത്തിൽ ശാസ്ത എന്ന ലീഡറുടെ വീട്ടിലേക്കാണ്. നിറപുഞ്ചിരിയുമായി വലതുകൈ നീട്ടി പന്ന്യനെ വരവേറ്റ ലീഡർ ലഡു പകർന്നു നൽകി വിജയാഹ്ലാദത്തിൽ പങ്കുചേർന്നു. കരുണാകര ഭക്തർ നിരത്തിൽ പായസം വെച്ചു വിളമ്പി. അന്നു നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ കരുണാകരൻ ആത്മവിശ്വാസം കൊണ്ടത് ഇങ്ങനെയായിരുന്നു: UDF ബന്ധം ഉപേക്ഷിച്ചപ്പോൾ അഴുക്കുചാലിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമാണ് തോന്നിയത്. DICK ആണ് യഥാർത്ഥ കോൺഗ്രസ്. LDFുമായുള്ള പാർട്ടിയുടെ നീക്കുപോക്ക് കാലം കഴിഞ്ഞു. ഇപ്പോൾ മുന്നണിയിലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നിന്ന് നേരിടും. അധികം വൈകാതെ കെ കരുണാകരനെയും കൂട്ടരെയും ഒപ്പം കൂട്ടണമോ വേണ്ടയോ എന്ന ചർച്ച ഇടതുമുന്നണിയിൽ ആരംഭിച്ചു. മുന്നണിയിൽ പല കക്ഷികളും അതിനെ എതിർത്തു. അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് CPI സംസ്ഥാന സെക്രട്ടറിയും സഖാക്കളുമായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ ലഡു പോയിട്ട് ഒരു ഉണ്ടംപൊരി പോലും കരുണാകരന് ആരും വാങ്ങി നൽകിയില്ല. കരുണാകരനെ ഒപ്പം കൂട്ടാനുള്ള ഉത്സാഹ കമ്മിറ്റിയെ നയിച്ച CPM നേതാക്കളാരും കരുണാകരനെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ചില ലഡുകൾ ആദ്യം മധുരിക്കും പിന്നെ കയ്ക്കും എന്ന പാഠഭേദം കരുണാകരൻ പോലും മനസ്സിലാക്കിയത് അപ്പോഴാണ്.